മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. മൊറയിൽ അക്രമികളും സുരക്ഷാ സേനയും തമ്മിൽ വെടിവെപ്പുണ്ടായി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. പോലീസ് വാഹന വ്യൂഹത്തിന് നേരെ അക്രമികൾ വെടിയുതിർത്തു. വിഷ്ണു തലവൂർ ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, വീണ്ടും ആക്രമണത്തിന്റെ വാർത്തകൾ വരുന്നു. എന്താണ് സാഹചര്യം? അസുത രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മണിപ്പൂരിൽ വീണ്ടും ആക്രമണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ന് മൊറ ഏരിയയിലാണ് അക്രമികളും സുരക്ഷാ സേനയും തമ്മിൽ ഒരു വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. വൈകിട്ട് 3:30-ക്ക് ശേഷമാണ് ഇത്തരമൊരു സംഘർഷം മൊറ മേഖലയിൽ അരങ്ങേറിയത്. ഈ ഒരു സുരക്ഷാ സേനയ്ക്ക് നേരെ ഒരു അജ്ഞാതരായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് വെടിയുതിർക്കുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ ഒരു സാക്ഷി മൊഴി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഘർഷത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടുണ്ട്. നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഈ സുരക്ഷാ സേനയ്ക്ക് നേരെ IED ഉപയോഗിച്ചു എന്നതാണ്. ഈ ഒരു സാഹചര്യം വളരെ ഗൗരവതരമെന്ന് നിലവിൽ മണിപ്പൂർ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കാനുള്ള നിർദ്ദേശവും മണിപ്പൂർ മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഈ സംഭവത്തെ അദ്ദേഹം അപലപിക്കുകയും ചെയ്തു. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകദേശം ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമാണ് വീണ്ടും മണിപ്പൂരിൽ നിന്നും സംഘർഷത്തിന്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിലവിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെ അവിടുത്തെ ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചികിത്സയിൽ തുടരുകയുമാണ് എന്നതാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം കൂടുതൽ സംഘർഷ സാധ്യതയിലേക്ക് പോകാനുള്ള സാഹചര്യം നിലവിലുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചുകൊണ്ട് 2 വീടുകൾ ഈ അക്രമികൾ 2 വീടുകൾ തീവെച്ചു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഈ ഒരു പുതിയ സംഘർഷ സാധ്യത രൂപപ്പെട്ട സാഹചര്യത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. മണിപ്പൂരിൽ വീണ്ടും സുരക്ഷാ സേനയും അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി. വിഷ്ണു തലവൂറാണ് വിവരങ്ങൾ നൽകിയത്.